ആശയക്കുഴപ്പമുള്ളതായി ഞാൻ കരുതുന്നില്ല. കോൺഗ്രസിൽ പോരാണ്, പൊട്ടിത്തെറിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നേതാക്കൾക്കിടയിൽ. ആശയക്കുഴപ്പം എന്നൊക്കെ പറഞ്ഞ് അതിനെ ലളിതവൽക്കരിക്കാൻ ഞാൻ തയ്യാറല്ല. അങ്ങനെ ലളിതവൽക്കരിക്കാൻ നിങ്ങൾക്കുള്ള താല്പര്യം ഞാൻ 3 പേരുടെയും സംഭാഷണത്തിലൂടെ വ്യക്തമായി കാണുകയും ചെയ്തു. വി ഡി സതീശൻ എന്ന ഒറ്റയാൾ നേതാവിൻ്റെ ഗുണഗണങ്ങളൊക്കെ വർണ്ണിക്കുന്നതും കേട്ടു. എനിക്ക് അങ്ങനെ ഒരു കാഴ്ചപ്പാട് വരാം. ഞാൻ അത് തന്നെ ആദ്യം പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ പരസ്യ പ്രസ്താവന ഹൈക്കമാൻഡ് വിലക്കിയത് സ്ഥിതി വഷളാകുന്നു എന്നതിൻ്റെ സൂചന തന്നെയാണ്. അതിപ്പോൾ മാടായി വിഷയത്തിലായാലും കോൺഗ്രസിനുള്ളിലെ പുനഃസംഘടനാ വിഷയത്തിലായാലും കെ സുധാകരനെ ആരോഗ്യ പ്രശ്നങ്ങളാൽ ഇപ്പം മാറ്റണം എന്ന തരത്തിലുള്ള ചർച്ചകൾ, നിലനിർത്തണമെന്നുള്ള ചർച്ചകൾ, അങ്ങനെ അനാവശ്യമായി കോൺഗ്രസിന് ഉള്ള സാധ്യത കൂടി ഇല്ലാതാക്കാനായിട്ടുള്ള ഒരു നീക്കം ചിലർ നടത്തുന്നുണ്ട്. അത് സ്വാർത്ഥ താല്പര്യങ്ങളുടെ പേരിലാണ് എന്നുള്ളത് ഹൈക്കമാൻഡ് തിരിച്ചറിയുന്നുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ കോൺഗ്രസിനുള്ളിൽ പൊട്ടിത്തെറി തന്നെയാണ് നടക്കുന്നത്. മാടായി വിഷയത്തിൽ എം കെ രാഘവനെതിരെ നടക്കുന്ന പരസ്യമായ പോര് തെരുവിൽ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ തല്ലും എന്ന മട്ടിലാണ് ഇന്ന് വൈകിട്ട് വരെ വന്ന ദൃശ്യങ്ങൾ കാണുന്നതും അതുതന്നെയാണ്. 2 ചേരിയായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. എം കെ രാഘവനെതിരെ കെ സുധാകരൻ പിന്നണിയിൽ നിന്ന് കളിക്കുന്നു എന്ന് കോൺഗ്രസിനുള്ളിൽ തന്നെ വ്യക്തമായി പറയുകയാണ്. അല്ലാതെ ജയരാജനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു നേതാവ്, പ്രാദേശിക നേതാവല്ല ഇതിനൊക്കെ ചുക്കാൻ പിടിക്കുന്നത്, അല്ലെങ്കിൽ മാർട്ടിൻ ജോർജിന്റെ മാത്രം ബുദ്ധിയല്ല എന്ന തരത്തിൽ കൃത്യമായ പ്രതികരണങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ കണ്ണൂരിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് വിഭാഗീയത. CPIM-നെ കുറിച്ചാണല്ലോ എപ്പോഴും പറയുന്നത്. യഥാർത്ഥത്തിൽ കോൺഗ്രസിനുള്ളിൽ ഒരു വിഭാഗീയ പ്രവർത്തനത്തിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ആ വിഭാഗീയതയ്ക്ക് കൃത്യമായ ഒരു വിഭാഗത്തെ ഒപ്പം നിർത്തിക്കൊണ്ട് നീക്കം നടത്തുന്നത് വി ഡി സതീശനാണ്. അത് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് വേള മുതൽ തന്നെ നമ്മൾ കൃത്യമായി കണ്ടുവരുന്ന കാര്യം കൂടിയാണ്. ഇവിടെ കീ പ്ലെയറായി മാറാൻ പോകുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് രമേശ് ചെന്നിത്തലയാണ്. രമേശ് ചെന്നിത്തല നല്ല ഒരു ഓർഗനൈസറാണ്. അത് കൃത്യമായി ഇപ്പോൾ രമേശ് ചെന്നിത്തലയോ വി ഡി സതീശനോ എന്ന ഒരു ചോയ്സിലേക്ക് പോകുന്ന തരത്തിലേക്ക് ഈ ഒരു റിഫ്റ്റ്, ഇപ്പോഴുള്ള ഈ പൊട്ടിത്തെറി കാര്യങ്ങളെ കൊണ്ടുപോവുകയാണ്. അതൊരു പതിയെ അത് നമുക്ക് വിസിബിളായി വരികയുള്ളൂ. പക്ഷേ രമേശ് ചെന്നിത്തല ഒരു കീ പ്ലെയറായി നിൽക്കുന്നുണ്ട്. മഹാരാഷ്ട്രയിലെ പരാജയമൊന്നും, മഹാരാഷ്ട്രയിൽ വലിയ വിജയം നേടുമെന്നൊന്നും രമേശ് ചെന്നിത്തല അവിടേക്ക് അയക്കുമ്പോൾ ഹൈക്കമാൻഡ് വിചാരിച്ചിട്ടില്ല. കാരണം BJP തിരിച്ചു വരുമെന്നും BJP അവിടെ നടത്തുന്ന നീക്കങ്ങളുമൊക്കെ പുറത്തേക്ക് പറയുന്നില്ല എങ്കിലും കോൺഗ്രസ് ഹൈക്കമാൻഡ് നല്ല രീതിയിൽ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അല്ലാത്ത പക്ഷം രാഹുൽ ഗാന്ധി എത്ര തവണ അവിടെ പ്രചാരണത്തിന് പോയേനെ? രാഹുൽ ഗാന്ധി മഹാരാഷ്ട്രയിൽ എത്ര തവണ പ്രചാരണത്തിന് പോയി? അത്രയേറെ സാധ്യതയുള്ള ഒരു സംസ്ഥാനമാണ്. മഹാവികാസ് അഘാടി ഭരണത്തിലേക്ക് എത്തും, അങ്ങനെയൊക്കെയുള്ള പ്രതീക്ഷയുണ്ടെങ്കിൽ രാഹുൽ ഗാന്ധി അടക്കം അവിടെ ക്യാമ്പ് ചെയ്ത് അല്ലെങ്കിൽ അവിടുത്തെ റാലികളിൽ, പ്രചാരണ പരിപാടികളിലൊക്കെ വളരെ സജീവമായേനെ, സക്രിയമായി തന്നെ ഇടപെട്ടേനെ. അങ്ങനെയൊരു രീതിയെ നമ്മൾ കണ്ടില്ല. രമേശ് ചെന്നിത്തലയ്ക്ക് മാത്രമാണ് മഹാരാഷ്ട്രയിലെ തോൽവിയുടെ ഉത്തരവാദിത്വം എന്ന് തോന്നുന്നു നിങ്ങളുടെയൊക്കെ അഭിപ്രായത്തിൽ നിന്ന് വായിച്ചെടുത്തു കഴിഞ്ഞാൽ. എനിക്കങ്ങനെ തോന്നുന്നില്ല. മഹാരാഷ്ട്രയിൽ വലിയ വിജയം നേടിക്കൊണ്ട് വരും രമേശ് ചെന്നിത്തല. പാലക്കാട്ട് വി ഡി സതീശൻ ഇറക്കിയ കാൻഡിഡേറ്റ് തോൽക്കും, അതായിരുന്നു കണക്കുകൂട്ടൽ എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ അതിനെ എതിർക്കുന്നത്. അങ്ങനെ ഒരു കാഴ്ചപ്പാടൊന്നും ഒരിക്കലുമില്ല. രമേശ് ചെന്നിത്തല കോൺഗ്രസിന്റെ മഹാരാഷ്ട്രയുടെ വിജയത്തിന്റെ എല്ലാ ഭാരവും രമേശ് ചെന്നിത്തലയുടെ മേൽ കെട്ടിവെക്കേണ്ട സാഹചര്യവുമില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഇവിടെ കെ സുധാകരന് അടുത്ത ഊഴമില്ല എന്നുള്ളത് ക്ലിയറാണ്. ഉണ്ണിസാർ കൃത്യമായി ചൂണ്ടിക്കാട്ടിയതുപോലെ അദ്ദേഹത്തിന്റെ പ്രായം അടക്കമുള്ള അടുത്ത ഒരു KPCC പ്രസിഡന്റ് സ്ഥാനത്തേക്കൊന്നും എന്തായാലും കെ സുധാകരന് ഒരു സെക്കൻഡ് ചാൻസ് ഉണ്ടാകുമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഇവിടെ രമേശ് ചെന്നിത്തലയുടെ കഴിഞ്ഞ ദിവസത്തെ ഒരു പ്രതികരണം കഴിഞ്ഞ ദിവസം നടത്തിയതാണ്. അതായത് യുവ നേതാക്കൾക്കൊപ്പം മുതിർന്ന നേതാക്കളെയും പരിഗണിക്കണം എന്ന ഒരു വാചകം രമേശ് ചെന്നിത്തല വെറുതെ പറഞ്ഞതല്ല എന്നാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ടാണ് ഞാൻ രമേശ് ചെന്നിത്തലയുടെ കാര്യത്തിലേക്ക് ആദ്യം തന്നെ വന്നത്. ഇവിടെ ചാണ്ടിയുമൻ്റെ അതൃപ്തി എന്താണെന്ന് അറിയില്ല. ആ ഭാഗമാണ് കൂടുതലും ഹൈലൈറ്റ് ചെയ്ത് നമ്മളൊക്കെ ചർച്ച ചെയ്തത്. പക്ഷേ രമേശ് ചെന്നിത്തല ഈ യുവാക്കളെ പരിഗണിക്കുന്നതിനൊപ്പം, നേതൃമാറ്റത്തിൽ യുവാക്കളെ പരിഗണിക്കുന്നതിനൊപ്പം മുതിർന്നവരെയും പരിഗണിക്കണമെന്നൊരു വാചകം അത് അറിയാതെ പറഞ്ഞതല്ല, അറിഞ്ഞുകൊണ്ട് തന്നെ പറഞ്ഞതാണ്. അതായത് ഒരു പ്രധാനപ്പെട്ട ഒരു കാൻഡിഡേറ്റായി ഞാനുണ്ട് എന്ന് രമേശ് ചെന്നിത്തല കൃത്യമായി പറഞ്ഞു വെക്കുകയാണ്. ഇവിടെ ഈ കോഴിക്കോട്ടേക്ക് കണ്ണൂരിലെ പ്രതിഷേധങ്ങൾ, കണ്ണൂരിൽ മാത്രമായി അത് ഒതുങ്ങി നിൽക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. കോഴിക്കോട്ട് എം കെ രാഘവനെ വെട്ടുന്നത് എന്തിനാണ്? കെ സുധാകരൻ കണ്ണൂരിൽ കെ സുധാകരൻ്റെ പ്രോമിനൻസ് നിലനിർത്തുകയും ജയന്തിന് കോഴിക്കോട്ട് വഴിയൊരുക്കുകയും ചെയ്യുക, അങ്ങനെയുള്ള ഒരു ഓപ്പറേഷൻ കൂടി അവിടെ നടക്കുന്നുണ്ട് എന്നാണ് പ്രാദേശികമായി കേൾക്കുന്നത്. അപ്പോൾ കണ്ണൂരിൽ നിന്ന് കോഴിക്കോട്ടേക്കുള്ള ആ ഒരു ഷിഫ്റ്റിന് വേണ്ടി, അതായത് ഒപ്പം നിൽക്കുന്നവരെ സുരക്ഷിതരാക്കാനായി എല്ലാ കാലത്തും കോൺഗ്രസിൻ്റെ നേതാക്കൾ ശ്രമിച്ചിട്ടുണ്ട്. അത് തന്നെയാണ് ഇപ്പോൾ കോഴിക്കോട്ടും കണ്ണൂരും നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ചാണ്ടിയുമനെ മാറ്റി നിർത്തി, അത് ചാണ്ടിയുടെ ഒരു വലിയ ഗ്രീവൻസ് ഒന്നുമല്ല. ചാണ്ടിക്ക് അങ്ങനെ ഒരു വലിയ ഗ്രീവൻസ് ഉണ്ടാകാനും വഴിയില്ല. പക്ഷേ ചാണ്ടിയുമനെ കൊണ്ട് കൃത്യമായി അത് പറയിപ്പിക്കുകയാണ്, പറയേണ്ട സമയത്ത് പറയിക്കുകയാണ്. പാലക്കാട്ടെ ഉപതെരഞ്ഞെടുപ്പിൻ്റെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിനൊക്കെ മുമ്പ് തന്നെ സ്ഥാനാർത്ഥിയായി വരുന്ന വേളയിൽ ചാണ്ടിയുമനെ കാണാൻ തിരുവനന്തപുരത്ത് പോയപ്പോൾ ചാണ്ടിയുമനെ കാണാൻ രാഹുൽ മാങ്കൂട്ടത്തിന് പറ്റിയോ? പറ്റിയില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ കാണാൻ ചെന്നപ്പോൾ ചാണ്ടിയുമൻ അവിടെ നിന്ന് മാറുകയായിരുന്നു എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ ചാണ്ടിയുമൻ ആ കൂടിക്കാഴ്ച നടന്നിട്ടില്ല. ഒപ്പം
ഒപ്പം കല്ലറയിൽ പോകുന്ന വേളയിൽ അവിടെ ഉണ്ടാകുന്നില്ല. അത് ഡൽഹിയിലെ മറ്റൊരു പരിപാടിയിൽ പങ്കെടുക്കാനാണ്. അത് നിശ്ചയിച്ച പരിപാടി എന്ന് പറയുന്നത് ഈ രാഹുലിൻ്റെ കൂടെ പോകാൻ കഴിയാത്തവണ്ണം മാറ്റിവെക്കേണ്ടതായ ഒരു പരിപാടിയൊന്നുമല്ല. ഏതോ ഒരു മണ്ഡലത്തിലെ തന്നെ പരിപാടിക്കായി ഒരു പുനരുദ്ധാരണവുമായി ബന്ധപ്പെട്ട ഒരു യോഗത്തിൽ അതിലാണ് പങ്കെടുക്കാനായി പോയത്. ഒരു പരിപാടിയിൽ പങ്കെടുക്കാനാണ് ചാണ്ടി ഉമ്മൻ പോയത്. അപ്പോൾ ചാണ്ടി ഉമ്മൻ കൃത്യമായി തൻ്റെ അതൃപ്തി അത് ഹൈക്കമാൻഡുമായി സംസാരിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ഇടപെടലുകളുടെ അടിസ്ഥാനത്തിലാണ് ചാണ്ടി ഉമ്മൻ തെരഞ്ഞെടുപ്പ് പൂർത്തിയാകുന്നതുവരെ വോട്ട് എണ്ണിത്തീരുന്നതുവരെ നിശബ്ദത പാലിച്ചത് എന്ന് വേണം മനസ്സിലാക്കാൻ. ചാണ്ടി ഉമ്മനെ മാറ്റി നിർത്തിയില്ല എന്ന് പറയാൻ കഴിയില്ല. കാരണം ചാണ്ടി ഉമ്മന് വേണ്ട രീതിയിൽ സ്പേസ് നൽകിയില്ല എന്നുള്ളത് ചാണ്ടി ഉമ്മൻ്റെ മാത്രം പരാതിയായിട്ട് ഞാൻ കരുതുന്നില്ല. കാരണം കെ മുരളീധരനും തിരുവഞ്ചൂർ രാധാകൃഷ്ണനും രമേശ് ചെന്നിത്തലയും ചാണ്ടിക്ക് പരസ്യമായും പ്രത്യക്ഷമായും പരോക്ഷമായും പിന്തുണ നൽകുന്ന തരത്തിലുള്ള ചില സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയിട്ടുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ്. ഇനിയിപ്പോൾ മുന്നോട്ടുള്ള തെരഞ്ഞെടുപ്പുകൾ, അതാണല്ലോ മുന്നിലുള്ള വിഷയം. തദ്ദേശ തെരഞ്ഞെടുപ്പായാലും നിയമസഭാ തെരഞ്ഞെടുപ്പായാലും ഒരു ഫ്രീ ഹാൻഡ് ഒന്നും വി ഡി സതീശന് കിട്ടാൻ പോകുന്നില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്. ഇവിടെ പുനഃസംഘടനയേക്കാൾ വിഷയമായി നിൽക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് ഗ്രൂപ്പിന്റെ ശക്തി വീണ്ടെടുക്കുക, അതായത് പുതിയ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുകയാണ്. വി ഡി സതീശൻ ചുറ്റുമുള്ള വൃത്തം വലുതാക്കണമെന്ന് മാഡം പറഞ്ഞല്ലോ. ആ വൃത്തം എന്ന് പറഞ്ഞാൽ അതാണ് ഒരു ഗ്രൂപ്പ്. നേരത്തെ എ ഗ്രൂപ്പായും ഐ ഗ്രൂപ്പായും നിന്നതുപോലെ വി ഡി സതീശൻ എന്ന് പറയുന്ന അദ്ദേഹത്തെ സറൗണ്ട് ചെയ്യുന്ന ആ ഒരു വൃത്തം വലുതാക്കണമെന്ന് പറയുമ്പോൾ ആ ഒരു ഗ്രൂപ്പ് സ്ട്രെങ്തൻ ചെയ്യണമെന്ന് തന്നെയാണ് അതിലൂടെ ഉദ്ദേശിക്കുന്നതായി ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ വി ഡി സതീശൻ്റെതായ ഒരു പട്ടാളം അത് കോൺഗ്രസിനുള്ളിൽ ശക്തി പ്രാപിക്കുന്നത് നോക്കി നിൽക്കാൻ മറ്റു മുതിർന്ന നേതാക്കൾ തയ്യാറാകും എന്ന് കോൺഗ്രസിന്റെ ഇതുവരെയുള്ള ഒരു പ്രവർത്തന ശൈലി വെച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. ഇവിടെ അപ്പോൾ എ ഗ്രൂപ്പും ഐ ഗ്രൂപ്പും ഇല്ല എന്ന് ഉണ്ണി സാർ പറഞ്ഞത് ആ നിരീക്ഷണത്തോട് ഞാൻ പൂർണ്ണമായും യോജിച്ചുകൊണ്ട് തന്നെ ഒരു കാര്യം, ഒരു സാധ്യതയാണ്. അതായത് ഇനി അങ്ങോട്ട് ഉണ്ടാകാൻ പോകുന്നത് വി ഡി സതീശൻ വേഴ്സസ് രമേശ് ചെന്നിത്തല. കാരണം രമേശ് ചെന്നിത്തലയ്ക്ക് ചുറ്റും കാരണം മറ്റൊരു പ്ലെയർ ഇല്ല. കീ പ്ലെയേഴ്സായിട്ട് ഇവർ രണ്ടുപേരുമാണ് പ്രധാനമായും നിൽക്കുന്നത്. ബാക്കിയുള്ളവരൊക്കെ സഹതാരങ്ങളാണ്. എല്ലാ നേതാക്കൾക്കും അവരുടേതായ പ്രാധാന്യമുണ്ടെങ്കിൽ പോലും വി ഡി സതീശൻ വേഴ്സസ് രമേശ് ചെന്നിത്തല അത് തന്നെയായിരിക്കും ഒരു ചോയ്സായി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ വരാൻ പോകുന്നത്. ഇവിടെ സ്കിൽ സെറ്റ്സ് ഓഫ് വി ഡി സതീശൻ അത് അദ്ദേഹം ഒരു നേതാവെന്ന നിലയിൽ വേണ്ട ഗുണങ്ങൾ, അതുപോലെ തന്നെ ഒരു വിഷയം പ്രസൻറ്റ് ചെയ്യുന്നതിലുള്ള നിയമസഭയിലെ അദ്ദേഹത്തിൻ്റെ കഴിവ്, അതൊക്കെ നമ്മൾ മുന്നിൽ കാണുന്നുണ്ട്. പക്ഷേ ഇവിടെ ഞാൻ തീരുമാനിക്കുന്നത് കോൺഗ്രസിൽ എല്ലാവരും സമ്മതിച്ചു തരണമെന്ന് അദ്ദേഹം ശഠിച്ചാൽ അവിടെ അദ്ദേഹത്തിന് പാളും. കാരണം കോൺഗ്രസിൻ്റെ ഒരു നടപ്പ് രീതി വെച്ച് ആ രീതിയിലുള്ള ഒരു വ്യക്തിയുടെ ഒരു ഏകാധിപതിയെ പോലെ ഒരാൾ വളർന്നു വരാനായി അനുവദിക്കില്ല. അത് കോൺഗ്രസിൻ്റെ ഇതുവരെയുള്ള കാലഘട്ടത്തിൽ എങ്ങനെയൊക്കെയാണ് പിന്നിൽ നിന്ന് വലിച്ചിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പഴയകാല ചരിത്രവും ഇപ്പോഴത്തെ വർത്തമാനകാല സംഭവങ്ങളും എല്ലാം നമുക്ക് മനസ്സിലാക്കി തരുന്ന യാഥാർത്ഥ്യമാണത്. ഇവിടെ തങ്ങൾക്ക് താല്പര്യമില്ലാത്തവരെ വി ഡി സതീശൻ ടീം ഒതുക്കുന്നു എന്ന രീതിയിലുള്ളൊരു റെഫറൻസാണ് ചാണ്ടി ഉമ്മൻ പറഞ്ഞതിന് ശേഷം വലിയ രീതിയിൽ കോട്ട് ചെയ്യപ്പെടുന്നത്. അല്ലെങ്കിൽ ചാണ്ടി ഉമ്മൻ, അതുകൊണ്ടാണ് ചാണ്ടി ഉമ്മൻ ഇന്ന് വന്നിട്ട് ഞാൻ അതല്ല ഉദ്ദേശിച്ചത്, ഞാൻ വി ഡി സതീശനെതിരെ അല്ല പറഞ്ഞത് എന്ന് വിശദീകരിക്കേണ്ടി വന്നു അല്ലേ. ചാണ്ടി ഉമ്മൻ ഇന്ന് നമ്മുടെ മോർണിംഗ് ഷോ ലൈവിൽ വന്ന് ചാണ്ടി ഉമ്മൻ അത് വിശദീകരിക്കേണ്ടി വന്നിരിക്കുന്നു. കാരണം കൃത്യമായി ചർച്ച ആ രീതിയിലേക്ക് പോവുകയാണ്. മാത്രമല്ല സൈബർ ടീം, അത് ഈ വി ഡി സതീശനെ അനുകൂലിക്കുന്ന ആളുകളുടെ സൈബർ ടീമുകൾ ചാണ്ടി ഉമ്മനെ വ്യക്തിഹത്യ നടത്തുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ കൃത്യമായ വേട്ടയാടലാണ് എന്നുള്ളത് മറുഭാഗത്ത് നിൽക്കുന്നവർ തിരിച്ചറിയുന്നുമുണ്ട്. ഇവിടെ രാഷ്ട്രീയകാര്യ സമിതി എന്ന് പറയുന്ന ഒരു ഫോറം ഉണ്ടല്ലോ കോൺഗ്രസിന്, അതൊക്കെ ചേർന്ന് ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യുകയും അതിന് പരിഹാരമുണ്ടാക്കുകയും ചെയ്യുക എന്നൊരു സംവിധാനത്തിലേക്കൊക്കെ പോയിട്ട് എത്ര കാലമായി? അല്ലെങ്കിൽ രാഷ്ട്രീയകാര്യ സമിതിയിൽ ഓപ്പണായി ഇവർക്കൊക്കെ അഭിപ്രായം പറയാനുള്ള ഒരു വേദി വേണമല്ലോ. പാർട്ടിക്കുള്ളിലാണല്ലോ അഭിപ്രായം പറയേണ്ടത്. അപ്പോൾ അങ്ങനെയുള്ള ഫോറങ്ങൾ ചേർന്ന് ഇക്കാര്യങ്ങൾ പരിഹരിക്കുകയാണ്. അല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും പടവെട്ടുന്നതിനായി ആയുധം സമാഹരിച്ച് അവരവരുടേതായ സർക്കിളുകൾ വലുതാക്കുകയല്ല വേണ്ടത്. അങ്ങനെയുള്ള കോക്കസുകളാണ് കോൺഗ്രസിന് എക്കാലത്തും തിരിച്ചടി കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ കേന്ദ്രത്തിലും ഭരണമില്ല, കേരളത്തിലും ഭരണമില്ല, 2 ടേമായിട്ടില്ല. കേന്ദ്രത്തിലാണെങ്കിൽ 3ാമത്തെ ടൈമിലേക്ക് നരേന്ദ്രമോദി പോകുന്നു. ഇവിടെ സെക്കൻഡ് ടൈം കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന പിണറായി വിജയൻ LDFന്റെ 3rd ടേം. ഈ രീതിയിൽ തമ്മിലടിക്കുകയാണെങ്കിൽ പിന്നിൽ നിന്ന് വലിച്ച് കോൺഗ്രസ് തന്നെ തോൽപ്പിച്ചോളും. അതാണ് സംഭവിക്കുക. അപ്പോൾ അത് തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ കോക്കസുകളെ ഇല്ലാതാക്കിക്കൊണ്ട് ഞാൻ ഭാവം മാറ്റിവെച്ചുകൊണ്ട് എല്ലാവരെയും ഒന്നിപ്പിച്ചു കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു നേതാവാണ് കോൺഗ്രസിനെ നയിക്കേണ്ടത്. ഇവിടെ KPCCയിൽ നേതൃമാറ്റം എന്നുള്ള ആവശ്യമുയർന്നത് ഞാൻ അറിഞ്ഞില്ല എന്നതാണ് വി ഡി സതീശൻ്റെ സൗണ്ട് ബൈറ്റായി ഞാൻ കണ്ടത്. കൃത്യമായി വി ഡി സതീശൻ പ്ലാനിങ്ങോടുകൂടി മുന്നോട്ട് പോകുന്ന ഒരു നേതാവാണ്. തന്നെ എതിർക്കുന്ന ഒരു ചേരി, തന്നെ അനുകൂലിക്കുന്ന ഒരു ചേരി രൂപപ്പെടുമ്പോൾ സ്വാഭാവികമായും തന്നെ എതിർക്കുന്ന ഒരു ചേരി, തൻ്റെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള പോക്കിനെ തടയുന്ന മറ്റൊരു ചേരി ഉണ്ട് എന്നുള്ളത് വി ഡി സതീശന് കൃത്യമായി മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ടാണ് വി ഡി സതീശൻ ഇപ്പോൾ സൈലന്റായി നിന്നുകൊണ്ട് കാര്യങ്ങൾ ഒബ്സർവ് ചെയ്ത് പ്രതികരിക്കുന്നത്. വി ഡി സതീശന് കൃത്യമായി മനസ്സിലാകുന്നുണ്ട് തന്നെ എതിർക്കുന്ന ചേരി വലുതാകുന്നതിന് മുൻപ് തന്നെ അനുകൂലിക്കുന്ന ചേരി വലുതാക്കുക,
അതിലേക്കാണ് ഇപ്പോൾ വി ഡി സതീശൻ നിശബ്ദമായി ഏർപ്പെട്ടിരിക്കുന്നത്. കഴിഞ്ഞ ജൂലൈ 29 വന്ന പ്രധാനപ്പെട്ട ഒരു വാർത്ത, ചർച്ചാ വിഷയമായ വാർത്ത, ഈ പ്രതിപക്ഷ നേതാവിനെതിരെ പാർട്ടിയിൽ നിന്ന് വാർത്ത ചോർത്തി എന്നുള്ളതാണ്. അന്ന് കെ സുധാകരൻ വയനാട് ക്യാമ്പിന് ശേഷം വന്ന വാർത്തയാണ്. അന്ന് അച്ചടക്ക സമിതി അധ്യക്ഷൻ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഒരു അന്വേഷണ ചുമതലയൊക്കെ നൽകിയിരുന്നു. ഇപ്പോൾ ഏകദേശം 6 മാസത്തോട് അടുക്കുന്നു. ഇതുവരെയും അതിന്മേലുള്ള ഒരു നടപടിയോ, ആരാണ് ആ വാർത്ത ചോർത്തിയ ജനറൽ സെക്രട്ടറിമാർ, ആരാണ് വി ഡി സതീശനെതിരെ ഇങ്ങനെ കളിച്ചവർ, അതൊന്നും പുറത്തേക്ക് വന്നിട്ടില്ല എന്നുള്ളതാണ്. ഇനിയിപ്പോൾ കോൺഗ്രസിൽ ഒരു സമ്പൂർണ്ണ ഉടച്ചുവാർക്കൽ ഉണ്ടാകുമോ എന്ന ചോദ്യത്തിന് ഇപ്പോൾ നിലവിലുള്ളത് 22 KPCC ജനറൽ സെക്രട്ടറിമാരാണ്, 4 വൈസ് പ്രസിഡന്റുമാർ, 3 വർക്കിംഗ് പ്രസിഡന്റുമാർ. അതിൽ ഒഴിഞ്ഞുകിടക്കുന്ന സ്ഥാനങ്ങളുണ്ട്. KPCC ട്രഷറർ, ഒരു വർക്കിംഗ് പ്രസിഡന്റ്, 2 ജനറൽ സെക്രട്ടറി, ഇത്രയും സ്ഥാനങ്ങൾ ഒഴിഞ്ഞുകിടക്കുന്നുണ്ട്. അത് ആദ്യം നികത്തിയാൽ മതി എന്ന് കെ സുധാകരൻ പറയുന്നത് ഞാൻ മാറാൻ തയ്യാറല്ല എന്ന് പറയുന്നതിന് തുല്യമാണ് എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും ആരോഗ്യ കാരണം പറഞ്ഞ് മാറ്റാൻ നോക്കിയാലൊന്നും വഴങ്ങുന്നയാളല്ല കെ സുധാകരൻ. മാത്രമല്ല, ഇത്രയും പ്രായമായി എന്ന് നിങ്ങളൊക്കെ പറയുമ്പോഴും ഈ പ്രായത്തിലും അദ്ദേഹം കാണിക്കുന്ന ഒരു ആർജവവും, അന്ന് ബൂത്ത് ഓഫീസ് ഉദ്ഘാടനത്തിന് മുമ്പേ അത് തല്ലി തകർത്തപ്പോൾ എന്താണ് പറഞ്ഞതെന്നും, പിണറായിയിൽ പോയി അങ്ങനെ വെല്ലുവിളിക്കാൻ ധൈര്യമുള്ള ഒരു നേതാവ് കോൺഗ്രസിനകത്ത് കെ സുധാകരൻ മാത്രമേ ഉള്ളൂ എന്നുള്ളതൊരു വസ്തുത തന്നെയാണ്. അപ്പോൾ ആ കെ സുധാകരനൊന്നും അങ്ങനെ പെട്ടെന്ന് മാറിക്കൊടുക്കുമെന്ന് കരുതുന്നത് അത് വസ്തുതയാകുമെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം അദ്ദേഹം മാറാതെ അദ്ദേഹത്തെ മാറ്റിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഡാമേജ് ഉണ്ടാക്കുമെന്നുള്ളത് ഹൈക്കമാൻഡ് തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ട് കെ സി വേണുഗോപാലൊക്കെ എന്തായാലും ഈ വിഷയത്തിൽ എടുക്കുന്ന ഒരു ടേക്ക് കെ സുധാകരനായി അദ്ദേഹത്തെ കൂടി കൺവിൻസ് ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന് കൂടി താല്പര്യമുള്ള രീതിയിലുള്ള ഒരു പുനഃസംഘടനയിലേക്ക് പോവുക, ഒരു കൺഫ്രണ്ടേഷനിലേക്ക് പോകാൻ എന്തായാലും ഹൈക്കമാൻഡ് ആഗ്രഹിക്കുന്നുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. ഡാമേജ് ഉണ്ടാക്കും, ബലം പ്രയോഗിച്ചാൽ കെ സുധാകരൻ ഉറപ്പായും ഡാമേജ് ഉണ്ടാക്കും. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു ക്യാരക്ടർ തന്നെ അതാണ്. അതുകൊണ്ട് മൂന്നാം ഇടത് സർക്കാർ പ്ലസ് BJPക്ക് ഒരു 15 സീറ്റ് എന്ന അവസ്ഥയിലേക്ക് ഇങ്ങനെ തമ്മിലടിച്ച് ഇവർ തന്നെ കൊണ്ടുചെന്ന് എത്തിക്കുമോ എന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ടത്. ആശയക്കുഴപ്പം അല്ല എന്ന് ഞാൻ പറയാനുള്ള കാരണം പൊട്ടിത്തെറിയാണ് നടക്കുന്നത്. ആ പൊട്ടിത്തെറി കണ്ണൂരിൽ ഇത്രയും വിസിബിൾ ആയിട്ടും അതിനെ ആശയക്കുഴപ്പം എന്ന് പറയുന്നതിനോട് എനിക്ക് യോജിക്കാനാവില്ല. അതിനിടയ്ക്ക് ഒരു BJPയുടെ 15 സീറ്റ് എങ്ങനെ? അതെ, മൂന്നാം ഇടത് സർക്കാർ എന്ന് കൂടി ഞാൻ പറഞ്ഞിരുന്നു. ഓക്കെ. Meet the editors.